എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് തക്കാളി, ഒരു ചെറിയ സബോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബേ ലീഫ്. തക്കാളിയും സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. തക്കാളി സബോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ബട്ടർ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം, അതുവരെ നമുക്ക് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു വേറെ പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ തൈര്. നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോകും. ചിക്കൻ ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ സെക്കൻഡ് മാരിനേഷനിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം കൂടെ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. തക്കാളിയും നന്നായിട്ട് വെന്തുടഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ആവുമ്പോൾ നമ്മൾ ഈ അരിച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ട നല്ല തിക്ക് ഗ്രേവിയാണ്. ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് സിമ്മിൽ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നല്ല തീ വന്നിട്ട് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെക്കാനായിട്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷമേ നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് മറിച്ചിടാനായിട്ട് പാടുള്ളൂ. ഇതേപോലെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാം. എല്ലാം മറിച്ചിടാം. അടുത്ത സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം.
രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കനിന് ഈ ചൂട്ടോട് കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബട്ടർ ചിക്കൻ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സിമ്മിൽ വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ട ഗ്രേവി നല്ല കറക്റ്റാണ്, നല്ല തിക്ക് ഗ്രേവിയാണ്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാണ്. കറക്റ്റ് നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്, അതേ മണമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.